നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. കേരള കോൺഗ്രസിലേത് കേവലം സീറ്റ് തർക്കമല്ലെന്ന് ഫ്രാൻസിസ് ജോർജ്. നേതാക്കൾ തീരുമാനം വഴിയേ പറയും. കളങ്കിതർ മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് കെ ബാബുവിന്റെ മറുപടി. കളങ്കിതരല്ലാത്തവർ ആരുണ്ടെന്ന് ചോദിച്ച് കെ ബാബു റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ. വി.എസ്. അച്യുതാനന്ദന്റെ മത്സരക്കാര്യത്തിൽ CPM-ൽ അനിശ്ചിതത്വം. ജനവിശ്വാസം ആർജിക്കാൻ വി.എസും ഇറങ്ങണമെന്ന് സീതാറാം യെച്ചൂരി. പ്രായാധികം പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം. ചൊവ്വാഴ്ച അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംവിധായകൻ രാജേഷ് പിള്ളയ്ക്ക് കലാകേരളത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം നാളെ രവിപുരം പൊതുശ്മശാനത്തിൽ. വിടവാങ്ങിയത് മലയാള സിനിമയിലെ നവധാരയ്ക്ക് കരുത്തു പകർന്ന കലാകാരൻ. JNU കേസിൽ ദില്ലി പോലീസിനെ പിടിച്ചുലച്ച റിപ്പോർട്ടർ വാർത്ത. കനയ്യകുമാറിന്റെ മൊഴിക്ക് വിശദീകരണം നൽകാതെ പോലീസ് മേധാവി. ജയിലിനുള്ളിൽ കനയുടെ സുരക്ഷ കൂട്ടി. കേരളത്തിന്റെ സഹിഷ്ണുത രാജ്യത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി. നഗരത്തിന് മുകളിലൂടെ കൊച്ചി മെട്രോ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തി. പ്രഥമയാത്ര മുട്ടം മുതൽ കളമശ്ശേരി വരെ. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളുടെ നടപടികൾ മാർച്ച് തുടങ്ങുമെന്ന് E. ശ്രീധരൻ. കേരളത്തെ രാഷ്ട്രപതി ഡിജിറ്റൽ സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസിലേത് കേവലം സീറ്റ് തർക്കമല്ലെന്ന് ഫ്രാൻസിസ് ജോർജ്. നേതാക്കൾ തീരുമാനം വഴിയെ പറയും. താൻ സീറ്റ് മോഹിയല്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. സീറ്റ് അല്ലല്ലോ പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനൊരു സീറ്റിന് വേണ്ടി നടക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഞാൻ ഏതെങ്കിലും സീറ്റ് കാര്യത്തിൽ തർക്കത്തിന് പോയിട്ടുണ്ടോ? അതൊന്നും അല്ല പ്രശ്നം. അല്ല, ഞാനതൊക്കെ പറഞ്ഞല്ലോ. ഞാനതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതൊക്കെ പാർട്ടി നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വഴിയേ കാര്യങ്ങൾ വരും. സീറ്റ് തർക്കമല്ല എന്ന് പറയുന്നതിലൂടെ കെ മാണിയുടെ നേതൃത്വം ഇനി അംഗീകരിക്കാനാകില്ല എന്നാണോ ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് കണ്ടറിയേണ്ടതുണ്ട്. അതിലേക്ക് വരാം. ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. കരൾ രോഗബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു രാജേഷ് പിള്ള. ബുധനാഴ്ച രോഗം കലശലായതോടെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും മരുന്നുകളോട് ശരീരം പ്രതികരിച്ചില്ല. രാജേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. 11:40 അന്ത്യം സംഭവിച്ചു. രാജേഷ് പിള്ളയുടെ അവസാന ചിത്രമായ വേട്ട ഇന്നലെയാണ് തിയേറ്ററുകളിലെത്തിയത്. വേട്ടയുടെ ചിത്രീകരണത്തിനിടെ പലപ്പോഴും രാജേഷ് ചികിത്സ തേടിയിരുന്നു. ഇതിനിടെ ന്യൂമോണിയ ബാധയുമുണ്ടായി. നാളെ രാവിലെ മുതൽ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം ഉച്ചയോടെ നടക്കും. രാജേഷ് പിള്ളയുടെ മരണവാർത്തയറിഞ്ഞ് ചലച്ചിത്ര മേഖലയിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ ആശുപത്രിയിലെത്തി. മലയാളത്തിലെ പുതുതലമുറ ചിത്രങ്ങളുടെ തുടക്കക്കാരനാണ് രാജേഷ് പിള്ള. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമാണ്. സാമ്പത്തികമായി ഏറെ വിജയവുമായിരുന്നു ട്രാഫിക്. 4 ചിത്രങ്ങളെ സംവിധാനം ചെയ്തിട്ടുള്ളൂവെങ്കിലും ചലച്ചിത്ര മേഖലയിൽ ധീരമായ പരീക്ഷണങ്ങൾക്ക് രാജേഷ് പിള്ള സദാ സന്നദ്ധനായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. മലയാള സിനിമയിലെ നവധാരയ്ക്ക് പച്ചവെളിച്ചം കാട്ടിയ സംവിധായകൻ എന്ന നിലയിലാകും സിനിമാ ചരിത്രം രാജേഷ് പിള്ളയെ ഓർക്കുക. പതിവ് ഫോർമുല സൃഷ്ടികളിൽ നിന്ന് സിനിമയെ വഴിതിരിച്ചുവിട്ട ചെറുപ്പക്കാരുടെ പട്ടികയിൽ രാജേഷിന്റെ പേരിനും ഏറെ പ്രാധാന്യമുണ്ട്. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെയാണ് രാജേഷ് പിള്ളയുടെ സിനിമാ പ്രവേശം. എന്നാൽ സംവിധായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിച്ചത് രണ്ടാം സിനിമയായ ട്രാഫിക് ആണ്. അമാനുഷിക നായക കേന്ദ്രീകൃത ചലച്ചിത്രങ്ങൾ അടക്കിവാണ മലയാള സിനിമയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ ചിത്രമായിരുന്നു 2011 പുറത്തിറങ്ങിയ ട്രാഫിക്. കഥയിലെ വൈവിധ്യത്തെക്കാൾ ആഖ്യാന ശൈലിയിലെ പുതുമയാണ് ബോബി സഞ്ജയ് ദ്വയം രചിച്ച ട്രാഫിക്കിനെ മലയാളത്തിലെ ഏറ്റവും മികച്ച ഹിറ്റുകളിലൊന്നാക്കിയത്. മലയാളത്തിലെ ന്യൂ ജനറേഷൻ തരംഗത്തിന് തുടക്കം കുറിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ട്രാഫിക്. എന്റെ മുമ്പിലുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് ഈ ദിവസം. അതിനെ മുടക്കാൻ മാത്രം വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. ഡു യു ഹിയർ ദാറ്റ്? എന്റെ 13 വർഷത്തേക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. ട്രാഫിക്കിന് ശേഷം ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രം പ്രഖ്യാപിച്ചെങ്കിലും നിവിൻ പോളി, അമല പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മിലിയായിരുന്നു മൂന്നാമതായി പുറത്തിറങ്ങിയ ചിത്രം. നായിക കേന്ദ്രീകൃതമായിരുന്ന മിലിയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റി. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ വേട്ടയാണ് രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം നിറഞ്ഞ സദസ്സിന് മുന്നിൽ പ്രദർശനം തുടരുമ്പോഴാണ് രാജേഷ് പിള്ളയുടെ ആകസ്മിക വിയോഗം.
തിരക്കഥയിലെ വൈവിധ്യത്തെക്കാൾ ആഖ്യാന ശൈലിയിലെ പുതുമയാണ് രാജേഷ് പിള്ള എന്ന സംവിധായകനെ സിനിമാ ചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്നത്. മലയാള സിനിമയിലെ നവധാരയ്ക്ക് സിഗ്നൽ കാട്ടിയ രാജേഷ് പിള്ള ഇനി ചലച്ചിത്ര പ്രേമികളുടെ ഹൃദയത്തിൽ ജീവിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. രാജേഷ് പിള്ളയെ ഓർക്കുന്നതിന് ബി ഉണ്ണികൃഷ്ണൻ, നടൻ കൃഷ്ണ, സംവിധായകൻ രഞ്ജിത്ത്, സിബി മലയിൽ തുടങ്ങിയവർ നമ്മോടൊപ്പം ഇപ്പോൾ വ്യത്യസ്ത സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ന്യൂജൻ സിനിമകളുടെ തുടക്കക്കാരനായിട്ടാണ് രാജേഷ് പിള്ള അറിയപ്പെടുന്നത്. ട്രാഫിക് ആ നിലയിലൊരു മാറ്റം മലയാള സിനിമയിൽ കൊണ്ടുവന്നിരുന്നു. എങ്ങനെയാണ് താങ്കൾ രാജേഷ് പിള്ളയെ സ്മരിക്കുന്നത്? നികേഷ് ഇപ്പോൾ സൂചിപ്പിച്ച സ്വപ്നയോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ മലയാള സിനിമയുടെ സമഗ്രമായ ചരിത്രം ചില ഒരു പ്രത്യേക കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതിലൊക്കെ എനിക്ക് വലിയ സംശയവും വിയോജിപ്പുമുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഒരു ചലച്ചിത്ര ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ ചരിത്രത്തിൽ, ഒരു സാംസ്കാരിക ചരിത്രത്തിൽ ഒരു ഭാവുകത്വ പരിണാമം സംഭവിക്കുമ്പോൾ തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കൃതി, ഒരു രചന അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ സമകാലീന ചരിത്രത്തിൽ, അതിൻ്റെ ആഖ്യാന ചരിത്രത്തിൽ, ഈ കഥ പറയുന്ന രീതി പ്രത്യേകിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സൗന്ദര്യശാസ്ത്രപരമായ ഇടപെടൽ നടത്തിയ രചനയായിരുന്നു രാജേഷിൻ്റെ ട്രാഫിക് എന്നുള്ളത്. അത് അതിൻ്റെ ഫോർമലിസ്റ്റിക് ആയിട്ടുള്ള, അതിൻ്റെ രൂപവാദപരമായിട്ടുള്ള പ്രത്യേകതകൾ ആഴത്തിൽ പഠിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒരുപക്ഷെ രാജേഷിനെ ഇത്രയധികം ആരാധകരെയും ഇത്രയധികം പൊതുസ്വീകാര്യതയും നേടിക്കൊടുത്ത ചിത്രമെന്നും ഞാൻ കരുതുന്നു. രഞ്ജിത്ത്, സംവിധായകൻ. ശ്രീ രഞ്ജിത്ത്, താങ്കളെയും പത്മരാജനെയും ഒക്കെയാണ് രാജേഷ് പിള്ള ആരാധിച്ചിരുന്നത്, സിനിമയിലേക്ക് രാജേഷ് പിള്ളയെ പോലുള്ളവരെ കൊണ്ടുവന്നിരുന്നത്. രാജേഷ് പിള്ളയുമായി സ്വാഭാവികമായും കുറച്ചു കാലത്തെങ്കിലും സൗഹൃദം താങ്കൾക്കുണ്ടാകും. എങ്ങനെ സ്മരിക്കുന്നു രാജേഷ് പിള്ളയെ? രാജേഷിന്റെ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ സിനിമ കേരളം മുഴുവൻ കണ്ട ട്രാഫിക് എന്ന് പറയുന്ന സിനിമ കണ്ട രാത്രിയിൽ തന്നെ ഞാൻ രാജേഷിന് അത് ഒരു ചലച്ചിത്ര അവാർഡ് നൈറ്റ് എന്തുമായിരുന്നു, ഞാൻ സ്റ്റേജിൽ ഞാനൊരു അവാർഡ് സ്വീകരിക്കുന്ന ഒരു ചലച്ചിത്ര അവാർഡിന്റെ മീഡിയ അവാർഡിന്റെ ഒരു രാത്രി ഞാൻ സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് വാക്കുകളിൽ രാജേഷിന്റെ സിനിമയെ കുറിച്ചും, ആ സിനിമ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിച്ചത് കാണാൻ പോകണം, അത് കാണണം, കാണാതിരിക്കരുതെന്ന് തോന്നും. എന്റെ അഭ്യർത്ഥനയുടെ പേരിലൊന്നുമല്ല, എങ്കിലും കേരളം മുഴുവൻ ആ സിനിമ കണ്ടു. വളരെ വ്യത്യസ്തമായ ഒരു ചലച്ചിത്ര ഭാഷ കൈമുതലായി ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ, മലയാള സിനിമയ്ക്കൊപ്പം ഇനിയും ഒരുപാട് കാലം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അനിയനെയാണ് വ്യക്തിപരമായി പറയുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത്. മലയാള ചലച്ചിത്ര പ്രേമികൾക്കും രാജേഷിൽ നിന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവരാഗ്രഹിച്ചിരുന്നു, കാണാൻ കാത്തിരുന്നിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അന്ത്യം എന്താ നമുക്ക് പറയാൻ എനിക്കറിയില്ല. മഞ്ജു വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, രാജേഷ് ഉറങ്ങിക്കോളൂ, അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ. എല്ലാ കൈക്കുറ്റപ്പാടുകളും തീർത്ത് വിറക്കുന്ന കൈകൊണ്ട് ആദ്യ കോപ്പി ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷമല്ലേ ആശുപത്രിയിലേക്ക് പോയത്. ഒരു സ്രഷ്ടാവിൻ്റെ എല്ലാ സന്തോഷങ്ങളോടെയും തന്നെയായിരുന്നു അത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ട്രാഫിക്കിന് ശേഷം രാജേഷ് പിള്ള വീണ്ടും എന്ന് പ്രേക്ഷകർ പറയുന്നു. ഒരു മാത്ര നേരത്തേക്കെങ്കിലും കണ്ണു തുറന്നിരുന്നെങ്കിൽ അറിയാനാകുമായിരുന്നു അതെല്ലാം. വേട്ട തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ കണ്ണടച്ചത്. ഒറ്റ സങ്കടം മാത്രം, എല്ലാം നിശ്ചയിക്കുന്ന ആ വലിയ സംവിധായകന് നിങ്ങളുടെ ഉറക്കം ഒരു ദിവസത്തേക്ക് വൈകിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും സംതൃപ്തനായ മനുഷ്യനായിട്ടാകും നിങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവുക എന്ന്. ഇന്നലെ രാജേഷ് പിള്ള ആശുപത്രിയിലായതിനു ശേഷം ആ ആശുപത്രിയുടെ മാനേജ്മെൻറ്റുമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഈ അസുഖത്തിന് രാജേഷ് ചികിത്സയിലാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ സിനിമ പൂർത്തിയാക്കിയതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് പോയത് എന്നാണ്. അതുതന്നെയാണ് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത്. അതായത്
തൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു ചികിത്സ ആവശ്യമായി വന്നിട്ടും തൻ്റെ സിനിമ പൂർത്തിയാക്കാൻ രാജേഷ് പിള്ള കാത്തു നിൽക്കുകയാണ്. ഇത്ര വലിയ സംഭവമാണോ സിനിമ? നികേഷ്, അത് സിനിമയോട് അടുക്കുകയും സിനിമയിൽ നിൽക്കുകയും സിനിമയിൽ പ്രവർത്തിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ മനോഭാവങ്ങൾ നമുക്ക് ഒരു സ്കെയിലിൽ അളക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഉള്ളിലുള്ള പാഷൻ എന്ന് പറയുന്നത് അവർ പുറത്ത് ചെണ്ട കൊട്ടി വിളംബരം ചെയ്ത് പറഞ്ഞു നടക്കുകയും ലേഖനങ്ങൾ എഴുതുകയും അല്ലെങ്കിൽ പ്രൗഢമായ ഭാഷയിൽ പ്രസംഗം നടത്തുകയൊന്നുമല്ല. അത് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ ശക്തമായ വികാരമാണ്. അതാണ് അവരെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. ഞാനിപ്പോ ലീല എന്ന സിനിമ പൂർത്തിയായി അതിന്റെ ഡബിങ് നമ്മുടെ വിസ്മയ സ്റ്റുഡിയോസിൽ ചെയ്യുമ്പോൾ എന്റെ അസിസ്റ്റന്റ് സാറെന്ന് പറഞ്ഞു, മഞ്ജു ചേച്ചി അടുത്ത ഡബിങ് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആരുടെ പടമാണ്? രാജേഷിന്റെ സിനിമയാണെന്ന് പറഞ്ഞു. ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായാൽ പോലും മറ്റൊരു ഡബിങ് തിയേറ്ററിലേക്ക് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പോവാറില്ല. കുറച്ച് സമയത്തിനുള്ളിൽ രാജേഷ് ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വരികയും എന്നെ വിളിച്ചു കൊണ്ടുപോയി മഞ്ജു ഡബ് ചെയ്യുന്ന ആ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി. അത് ഈ പറയുന്ന എവിടെയോ എന്നോട് അയാൾ കാണിച്ച സ്നേഹമാണ്. ഞാനത് ഫീൽ ചെയ്യുന്നത്. സാധാരണ സംവിധായകൻ, എഞ്ചിനീയറുടെ അടുത്തിരിക്കുന്ന സംവിധായകന്റെ ചെയറിൽ തന്നെ എന്നെ പിടിച്ചിട്ട് സാർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അതിലെ ഒരു പാട്ട്, കുറെ സീനുകൾ എന്നെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ അയാളുടെ തോളത്ത് കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, നന്നാവും കണ്ടതെല്ലാം വളരെ വ്യത്യസ്തമായ സീനുകളാണ് എന്ന് പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞു, അപ്പോഴാണ് രോഗത്തിന്റെ കാര്യം കൂടെ പറഞ്ഞത്. ഭാര്യ ഒപ്പം ഉണ്ട് സാർ. അപ്പൊ അവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്കറിയില്ലായിരുന്നു ഇത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിൽ സ്വന്തം, നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ജീവൻ അപകടത്തിലായ സന്ദർഭത്തിൽ അത് മാറ്റി വെച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ ഈ സിനിമയ്ക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു ഈ രോഗം, എല്ലാം നേരെയാവും രാജേഷ്, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹഗ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോയത്. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്തയിൽ ഇത് അവസാനിക്കുന്നത് ഒരിക്കലും കരുതിയതല്ല. കാരണം രാജേഷിന് ആവശ്യമുണ്ടായിരുന്നു. ട്രാഫിക് പോലത്തെ സിനിമ സമ്മാനിച്ച രാജേഷ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സിനിമാ ജീവിതം. ഇനിയും എന്തെല്ലാമോ അത്ഭുതങ്ങൾ കാണിക്കാൻ പ്രാപ്തനായ ഒരു സഹപ്രവർത്തകനെ, സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. സിബി മലയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും താൻ കൈവച്ച സിനിമ പൂർത്തിയാക്കിയേ മറ്റ് ജീവൻ രക്ഷിക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും ഉള്ളൂ എന്ന് കരുതിയ ഒരു സംവിധായകൻ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ സിനിമ എന്ന മോഹം, സിനിമ എന്ന ആ തീവ്ര വികാരം അത് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളും. ഒരുപക്ഷെ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ചാൽ ഇതൊരു സിനിമയാകുമോ എന്ന് തോന്നുന്ന സാധനം ആ സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് കടന്ന് അവതരിപ്പിക്കാനായി എന്നുള്ളത് ഒരുപക്ഷെ സമീപകാലത്തെ നമ്മുടെ സിനിമാനുഭവങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല. രാജേഷിനെ ശ്രീ സിബി മലയിൽ താങ്കൾ എങ്ങനെ ഓർക്കുന്നു? രാജേഷ് ആദ്യ സിനിമ പരാജയപ്പെട്ട ഒരു സംവിധായകനാണ്. നമ്മുടെ സിനിമയുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആദ്യ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം ഒരു സംവിധായകന്റെ കരിയറിന്റെ മുന്നോട്ടുള്ള യാത്ര പലപ്പോഴും അത്ര സുരക്ഷിതമായിരിക്കില്ല. രാജേഷ് ആദ്യത്തെ സിനിമയുടെ പരാജയത്തിന് ശേഷം രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ യജ്ഞങ്ങളെ കുറേയൊക്കെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 6 വർഷത്തോളം അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ്. ട്രാഫിക് എന്ന ഒരു സിനിമ സംഭവിക്കാൻ വേണ്ടിയിട്ട് രാജേഷ് നടത്തിയ കഠിന യത്നങ്ങൾ എനിക്ക് കുറേയൊക്കെ അടുത്തറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ട്രാഫിക് എന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഒരു പരിചയസമ്പന്നനായ കൈയൊതുക്കമുള്ള ഒരു സംവിധായകന്റെ എല്ലാ അടയാളങ്ങളും ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത, മലയാള സിനിമ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സിനിമയുടെ പുതിയ ഭാഷ നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഇനിയും ഒരുപാട് മികച്ച സൃഷ്ടികൾ നമുക്ക് നൽകാൻ പ്രാപ്തനായ ഒരു സംവിധായകനെയാണ് ഈ നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നത്. ശ്രീ കൃഷ്ണ ഒന്നിച്ച് അഭിനയിച്ച, അല്ലെങ്കിൽ രാജേഷിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ച ആളാണല്ലോ. എത്രത്തോളം തീവ്ര വികാരത്തോടുകൂടി, എത്രത്തോളം പങ്കാളിത്തം രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റിൽ താങ്കൾക്ക് അനുഭവപ്പെട്ടു? രാജേഷ് ചേട്ടൻ എനിക്ക് ട്രാഫിക്കിന് മുമ്പ് തന്നെ എനിക്കറിയാം. ട്രാഫിക് എന്ന സിനിമയിൽ വെച്ച് ആണ് കൂടുതൽ അടുക്കാൻ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾ ഉണ്ടായത്.
ചെറിയൊരു വേഷമാണെങ്കിൽ തന്നെയും വളരെ ശക്തമായിട്ടൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞ് വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു സംവിധായകനായിട്ട് എനിക്ക് തോന്നിയത്. അതിനുശേഷം ആ ചിത്രം കഴിഞ്ഞിട്ട് പോലും വളരെ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡിവോട്ട് ചെയ്യാൻ പറ്റി. ആ സിനിമ ഇറങ്ങുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷമാണോ ടെൻഷനാണോ, ആ ദിവസം മൊത്തം ഞങ്ങൾ എറണാകുളം മൊത്തം കറങ്ങി. വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് രാജേഷ് ചേട്ടനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നേരത്തെ ശ്രീ സിബി മലയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചിത്രം പരാജയപ്പെടുന്നു, പിന്നെയും ശ്രമങ്ങളുണ്ടാകുന്നു, ആ ശ്രമത്തിൽ വലിയൊരു ഹിറ്റ് ലഭിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷവും ആ നിലയിലുള്ള സിനിമകൾ എടുക്കാനല്ല, അതിനപ്പുറത്തേക്ക് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ്. തൊട്ടടുത്ത സിനിമ രാജേഷിൻ്റെതായി നാം കേൾക്കുന്നത് ഒരുപക്ഷെ അനൗൺസ് ചെയ്യുന്നതായിരിക്കില്ല വരിക. അപ്പോൾ അത്രയധികം വികാരം അദ്ദേഹം ഈ ഒരു മേഖലയോട് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പലതരം കഥകൾ വരുന്നു, അതെടുക്കണമെന്നൊരു മോഹം വരുന്നു, പക്ഷെ സാധിക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഈ പറയുന്ന ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 40-41 വയസ്സേ ആയിട്ടുള്ളൂ ഇല്ലാതാകുന്നത്. ഇത്തരം വികാരമുള്ള ആളുകൾ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും തികഞ്ഞ കലാകാരന്മാരെല്ലാം അങ്ങനെയല്ലേ നികേഷ്? വളരെ പാഷനേറ്റായിട്ട് സിനിമയെ മാത്രം സ്നേഹിച്ച ഒരാളാണ് രാജേഷ്. അദ്ദേഹത്തിന് വളരെ ഗൗരവമേറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ് രാജേഷ്. എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും ഫോണിൽ സംസാരിക്കുന്ന ഒരു സുഹൃത്ത്, എപ്പോൾ അവസരം കിട്ടിയാലും നേരിൽ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ. ഇപ്പോൾ ഈ വേട്ട എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത് മുഴുവനും എനിക്ക് കൂടി പങ്കാളിത്തമുള്ള സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അതിൻ്റെ പല ദിവസങ്ങളിലും എൻ്റെ മുറിയിൽ വന്നിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രാജേഷ്. ഇപ്പോൾ രാജേഷ് സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് മാത്രമാണ്. അയാൾ സിനിമയെ അത്ര അന്ധമായി പാഷനേറ്റായിട്ട് സ്നേഹിച്ചിരുന്നു. അയാൾക്ക് ബോധ്യമുള്ള സിനിമകൾ മാത്രമാണ് അയാൾ ചെയ്തത്. അല്ലാതെ ഒരു സിനിമ ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്, പെട്ടെന്നൊരു സിനിമ ചെയ്യാം എന്ന് കരുതുന്ന ഒരു രീതിയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വളരെ തനിക്ക് ബോധ്യമുള്ള, തനിക്ക് മനസ്സിൽ പിടിച്ച, തനിക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ തൻ്റെ മനസ്സിലുള്ള സിനിമ എന്താണെന്നുള്ളതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള നമ്മുടെ നിരവധി ചെറുപ്പക്കാരങ്ങനെയുണ്ട്. അതിൽ മുമ്പനായിരുന്നു രാജേഷ്. അയാൾ സിനിമയല്ലാതെ മറ്റൊന്നും അയാൾ സ്നേഹിച്ചിരുന്നില്ല. അവനവനെ പോലും അത്രയും സ്നേഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീകൃഷ്ണ, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജേഷ് പിള്ള എന്ന സംവിധായകൻ്റെ പുതിയ ചിത്രം വേട്ട, അദ്ദേഹം ഏതൊക്കെ ചലച്ചിത്ര നിർമ്മിതിയിലേർപ്പെട്ടോ അതിലൊക്കെ തന്നെയും തൻ്റെ കയ്യൊപ്പ് ചാർത്താൻ ശ്രമിച്ചിരുന്നു. ആ നിലയിൽ വ്യക്തിപരമായി താങ്കൾക്ക് ട്രാഫിക് എന്ന സിനിമയിൽ എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത്? നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ നിന്ന് പുറത്തുനിന്ന് സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒരാൾക്കും ഒരു സിനിമയാകുമെന്ന് കരുതാനാകില്ല. പക്ഷേ കൃത്യമായ കൈയടക്കമുള്ള ഒരാൾക്ക് അതൊരു സിനിമയാകുമെന്നും അത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുമെന്നും ഉറപ്പാണ്. സ്വാഭാവികമായും സെറ്റിലും അത് അനുഭവപ്പെടണം. നിങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുള്ള ഒരാളെയാണ് നിങ്ങൾ സെറ്റിൽ കാണുക. എങ്ങനെയാണത് മറ്റ് സംവിധായകരിൽ നിന്ന് രാജേഷ് പിള്ളയെ വ്യത്യസ്തനാക്കുന്നത്? രാജേഷ് ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ തന്നെ രാജേഷ് ചേട്ടൻ്റെ ഈ വർക്ക് ഒരു പെർഫെക്ഷനിസ്റ്റാണ് രാജേഷ് ചേട്ടൻ. കാരണം ഓരോ ഷോട്ടും അദ്ദേഹം എടുക്കുന്നതും അതിൻ്റെ ഫിനിഷിങ്ങും ഒരു ആർട്ടിസ്റ്റിന് വന്ന് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ആ എക്സ്പ്രഷൻ എങ്ങനെ വരണം, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെ വരണം, ആ സീൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയറക്ടറാണ് അദ്ദേഹം. ഈവൻ തന്നെ ഒരു ട്രാഫിക് എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ബോഡി സ്ട്രെസ് ചെയ്തിരുന്നു. അതായത് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കില്ല, 24 hours ഉള്ള വർക്കും രാത്രിയുള്ള വർക്കും. കാരണം അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് എത്തിക്കാൻ പറ്റുന്ന ആകെയുള്ള സമ്മാനമായിരുന്നു അത്. തീർച്ചയായിട്ടും അത് നീതി പുലർത്തിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ട്രാഫിക് ഹിന്ദിയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് ഒരു പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന്.
ശരി, സിബി മലയിൽ സിനിമാക്കാർക്ക് ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു കൺക്ലൂഷനിലെത്തും. പക്ഷേ ഇത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണ്. ആ നിലയിൽ ഭക്ഷണ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം നേരത്തെ ശ്രീ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. ലിവർ സിറോസിസ് ഒക്കെ ആ മേഖലയെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചൊരു ഒരു മുന്നറിയിപ്പ് ഇനി വരാനുള്ളവർക്ക് നൽകാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും രാജേഷിന്റെ രോഗത്തെ പറ്റി പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ പലപ്പോഴും കരൾ സംബന്ധമായ രോഗത്താൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നികേഷ് പറഞ്ഞതുപോലെ ചലച്ചിത്ര രംഗത്ത് പലർക്കും സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു കൂട്ടത്തിലേക്ക് ഇതിനെ പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തമല്ല ഇത്. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായി പകർന്നു കിട്ടിയതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹാര രീതികളിൽ ഉണ്ടായ ചില തകരാറുകൾ മൂലമൊക്കെ സംഭവിച്ചു പോയ ഒരു ദുരന്തമാണ് അത്. ഞാനെപ്പോഴും അവരോട് പറയുന്നത് രാജേഷിന്റെ ലഹരി എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിൽ അത്രമാത്രം അഭിനമിക്കുകയും സിനിമയെ അത്രമാത്രം പാഷനോടെ പിന്തുടരുകയും ചെയ്ത ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തപ്പെട്ടത്. തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത രീതികൾ സാധാരണക്കാരെ പോലെ സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് കൃത്യമായ അല്ലെങ്കിൽ ഏറ്റവും സന്തുലിതമായ ആഹാരം കഴിക്കുന്നൊന്നും അല്ല നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്രമാത്രം പാഷനോടെ നമ്മുടെ ജോലിയെ പിന്തുടരുമ്പോഴും നമ്മൾ ആരോഗ്യത്തെ പരിപാലിക്കുന്ന കാര്യം പലപ്പോഴും സാഹചര്യങ്ങളിൽ പല ചരിത്ര പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. ഇത് എല്ലാവർക്കും അത്തരത്തിലുള്ള ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായി ഷിബി ഉണ്ണികൃഷ്ണൻ, മഞ്ജു തന്നെ പറയുന്നത് പോലെ എല്ലാ കൈക്കുറ്റപ്പാടുകളും തീർത്ത് വിറക്കുന്ന കൈകൊണ്ട് ആദ്യ കോപ്പി ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷമല്ലേ ആശുപത്രിയിലേക്ക് പോയത് എന്നുള്ളതാണ്. മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് വേട്ട കാണാൻ അതീവമായ ആഗ്രഹമുണ്ട്. ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ പ്രാവർത്തികമാക്കും. താങ്കൾ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയിലാണ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത്. എന്തുകൊണ്ട് വേട്ട കാണണം എന്നാണ്? വേട്ട ഏതെങ്കിലും തരത്തിലൊരു ഗുണനിലവാരമുള്ള സിനിമയായി താങ്കൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കാണണം? തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ സ്റ്റാർ കാസ്റ്റ്, അതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകർ എല്ലാം നമ്മളെ ആ സിനിമയിലേക്ക് ക്ഷണിക്കുന്നതാണ്. അത് തന്നെയുമല്ല, രാജേഷ് തന്നെ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തരം സിനിമകളിൽ പെടുന്ന ഒന്നാണ് വേട്ട. ഞാൻ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ രാജേഷ് തന്നെ എന്നോട് പറഞ്ഞത് ഇത് ചേട്ടൻ്റെ തരം ഒരു സിനിമയാണ്, ചേട്ടന് ഇഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സിനിമ കാണാൻ ഞാൻ സന്നദ്ധനായതാണ്. രാജേഷ് അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് സ്ഥിരം ഒരു സ്വഭാവമായിരിക്കുകയില്ല എന്നും അതിന് മറിച്ച് മറ്റൊരു മാനം ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതും എനിക്ക് അതൊരു മുൻവിധിയല്ല, അതൊരു ബോധ്യമാണ്. ആ ബോധ്യത്തോടുകൂടി തന്നെ നികേഷിന് ഈ സിനിമ കാണാം എന്ന് ഞാൻ പറയുന്നു. വളരെ നന്ദി ഷിബി ഉണ്ണികൃഷ്ണൻ. ഒപ്പം തന്നെ നടി ഭാവന ടെലിഫോണിലായിരുന്നു. ഭാവന, എങ്ങനെ സ്മരിക്കുന്നു രാജേഷിനെ? ആക്ച്വലി ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത്ര സീരിയസ് ആണ് എന്നുള്ളത് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാജേഷ് എന്റെ ഫസ്റ്റ് മൂവി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഞാനും ചാക്കോച്ചനുമായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പറയാനുള്ള അങ്ങനെ ഒരു ഇൻസിഡൻസ് ഒന്നും എനിക്ക് അങ്ങനെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷെ ഓൾവേസ് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ ചെറിയ നന്ദി ഭാവന ഇക്കാര്യങ്ങൾ സ്മരിച്ചതിന്. ബി ഉണ്ണികൃഷ്ണൻ, കൃഷ്ണ, രഞ്ജിത്ത്, സിബി മലയിൽ.